பழைய மாதிரி இல்லைண்ணா. போலீஸ் கேமரா ரொம்ப ரிஸ்க். ஆமாடா, ரிஸ்க் எடுக்கணும். அப்பதான் நம்ம என்ன நினைச்சா அது கிடைக்கும். പഴയതുപോലെ അല്ലണ്ണ, അതുകൊണ്ട് പറഞ്ഞതാണ്. இனி வேணும் நம்ம ரிஸ்க் எடுக்க. இந்த சரக்கு ஃபுல்லா சேல் பண்ணணும். அண்ணா பிளான் என்னன்னு சொன்னா போதும், பாக்கி செய்யலாம். ஸ்கூல் பசங்க அவங்க தான் நம்ம டார்கெட். பாய்ஸ் மட்டும் இல்லை, கேர்ள்ஸ். இப்ப வந்து எல்லா வீட்டிலும் அப்பா அம்மா ஒரு குழந்தை. அப்பாவுக்கும் அம்மாவுக்கும் டைம் இல்லை, ரொம்ப பிஸி. அந்த பிஸி அது நம்ம யூஸ் பண்ணணும். எப்படி? എങ്ങനെ? ക്യാമറ ഉണ്ട് എല്ലാ സ്കൂളുകളിലും. டேய் இங்க வாடா. எப்படி வேலை பண்ணணும், என்ன பண்ணணும்னு உங்களுக்கு தான் சாய்ஸ். സാർ വേണ്ട പോലെ ചെയ്യാം സാർ. സാർ ചെക്കിംഗ് ശക്തമാക്കുന്നുണ്ട് സാർ. സാർ ഓക്കെ സാർ. സാർ സാർ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു. നാളെ മുതൽ ചെക്കിംഗ് ശക്തമാക്കണം. സംസ്ഥാനത്ത് വൻ ലഹരിയുടെ കുത്തൊഴുക്കെന്നാണ് മേളിൽ നിന്നുള്ള റിപ്പോർട്ട്. അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മുടെ കുട്ടികളെയാണ്. അതിന് ഉദാഹരണം ഇവിടെ തന്നെ ഉണ്ടല്ലോ. മനസ്സിലായോ? ദിനംപ്രതി വരുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ ഉള്ളിൽ നെഞ്ചിടിപ്പാ സാറേ. നമുക്കും കുട്ടികളും കുടുംബമൊക്കെ ഉള്ളതല്ലേ. പോലീസാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? താൻ പറഞ്ഞ ശരിയാടോ, നമുക്ക് നമ്മുടെ ഡ്യൂട്ടി അല്ലാതെ. സാർ CS ഇല്ലടോ, ആ സംഭവത്തിന് ശേഷം സാർ ലോങ് ലീവില്ല. സോ യു ക്യാൻ ഗോ നൗ. യെസ് സാർ. ഇന്ന് സ്കൂളിൽ കയറണം, നമുക്ക് ട്യൂഷന് വരുന്ന കാണാം. ആ പക്ഷെ എനിക്ക് അതിന് മുമ്പ് ഒരാളെ കാണാനുണ്ട്. വാ പോവാം. ஆனா நீங்க சொன்ன மாதிரி 2 பையன் செட் ஆயிருக்காங்க. சரக்கு கொடுத்துலாம். ஓகேவா? வந்துகிட்டு இருக்கான் 2 பையன். பார்த்தா பெரிய பையன் மாதிரி இருக்கான். பார்த்து பண்ணு. ஓகே. മോർണിംഗ് മോർണിംഗ്. ഇരിക്കിരിക്കെ. ഇന്ന് ഇവിടെ ഒരു ബോധവൽക്കരണ ക്ലാസ് ഉണ്ട്. അതിനു വേണ്ടിയിട്ട് നമ്മുടെ പ്രിയ CI മഹാദേവൻ സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തെ ഇങ്ങോട്ട് ക്ഷണിക്കാം. സാർ. മോർണിംഗ്. ബോധവൽക്കരണം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പലരുടെ ഉള്ളിൽ വരുന്ന ചിന്ത ഞാൻ പറയട്ടെ. ദൈവമേ, ഈ പിരീഡ് ഉറങ്ങാമെന്നല്ലേ? പുതുതലമുറയ്ക്ക് ബോധവൽക്കരണം, ഉപദേശം ഇതൊന്നും ഇഷ്ടമല്ലല്ലോ. ഞാൻ പറയാൻ പോണ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ. അസുഖം വന്ന് ചികിത്സിക്കുന്ന കാര്യം നല്ലതാണല്ലോ, അസുഖം നമുക്ക് വരാതെ നോക്കുന്നത്. അപ്പം നമുക്ക് തുടങ്ങാം. ഈ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുവരുന്ന ഒന്നാണ് ലഹരിയുടെ അമിതമായ ഉപയോഗം കുട്ടികളിൽ. പല കാരണങ്ങളാലാണ് ലഹരി എന്ന വിപത്ത് കുട്ടികളിലേക്ക് കയറി കൂടുന്നത്. ഒരു കഥയിലൂടെ നമുക്കത് മനസ്സിലാക്കാം. നീ എന്താ സ്കൂൾ വിട്ടിരുത്താനായിട്ട് വീട്ടിൽ പോവാത്ത?
അതെനിക്കൊരാളെ കാണുന്നുണ്ടോ? നീ എവിടെ ഇരുന്നോ? എനിക്ക് ട്യൂഷൻ ഞാൻ പോണ്. എന്താണൊരിത്? കൊറേ ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു. അതെനിക്ക് ഈ സീനൊക്കെ കഴിഞ്ഞിട്ട് കാലം മാറിയടാ. സത്യത്തിൽ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടം. മതി, പോയി ജോലി നോക്കടാ. പ്രേമമായിട്ട് നടക്കുന്നു. പോടാ, ഞാൻ വീട്ടിൽ പോവേന്നു. സ്കൂളിൽ വരാൻ ലേറ്റ് ആയേ. നീ വന്നിട്ട് കുറെ നേരമായോ? അച്ഛൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരാൻ കുറെ ലേറ്റായി. ഒടുക്കത്തെ ട്രാഫിക്. എഴുന്നേറ്റ് പാടാം. എത്ര നേരമായമ്മ? എനിക്ക് വിശക്കുന്നേ. ഫ്രിഡ്ജിൽ ഫുഡ് ഇരിപ്പുണ്ട്, എടുത്ത് ചൂടായി കഴിച്ചിട്ട് പോയിരുന്ന പടി. വന്നപ്പോ പോലും ഞാൻ ശ്രദ്ധിക്കുക. എന്താ ഒരു വല്ലായ്മ? നത്തിങ് മാ. ഓ, പറയടാ. ഞാനൊന്ന് സാധനം നീ ഉപയോഗിച്ചോ? എനിക്കെന്തോ തല പൊട്ടുന്ന പോലെ, തലയിലെന്തോ ഭാരം വെച്ച പോലെ ഉണ്ട്. ആദ്യം ഇങ്ങനെയൊക്കെ തന്നെ, കുറച്ചുകൂടെ ഉപയോഗിച്ചാൽ നല്ല മൂഡിലോട്ട്. ഓ, എനിക്ക് എന്തോ പോലെ ആവുന്നു. എടാ, നിന്റെ അച്ഛനും അമ്മയൊക്കെ ബിസി അല്ലേ? ഇതൊക്കെ ഉപയോഗിച്ച് ലൈഫ് അങ്ങ് എൻജോയ്. മോനെ, ഞങ്ങളൊരു മാരേജ് ഫംഗ്ഷന് പോയിട്ട് വരാം. മോനൊന്ന് പഠിക്കണേ. 10ാം ക്ലാസ് അല്ലേ? ചായ ഫ്ലാസ്കിൽ ഇട്ട് വെച്ചിട്ടുണ്ട്, എടുത്ത് കുടിക്കണേ. പോയി ജോലി നോക്കടാ. പ്രേമമായിട്ട് നടക്കുന്നു. പോടാ.
പിറ്റേന്ന് ആ അച്ഛൻ ചെന്ന് നോക്കുമ്പോൾ കുറ്റബോധം കൊണ്ട് ആ മകൻ ആത്മഹത്യ ചെയ്തു. പിന്നെയാണ് ആ അച്ഛനും അമ്മയും അറിഞ്ഞത് അവരുടെ മകൻ മാരകമായ ലഹരി മരുന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്നു. സാർ, ഈ കഥയിലെ കൊച്ചിന്റെ അച്ഛൻ ആരായിരുന്നു? ഫ്രിഡ്ജിൽ ഫുഡ് ഇരിപ്പുണ്ട്, എടുത്ത് ചൂടായി കഴിച്ചിട്ട് പോയിരുന്ന പടി. ചായ ഫ്ലാസ്കിൽ ഇരിപ്പുണ്ട്, എടുത്ത് കുടിച്ചോണേ. പോട്ട് കേട്ടോ മോനെ. മൊബൈലിൽ കുത്തി കളിച്ചോണ്ടിരിക്കാതെ പോയിരുന്ന പടി. മാതാപിതാക്കളുടെ ചെറിയൊരു ശ്രദ്ധക്കുറവുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹവും സാമീപ്യമാണ് അതാവണം കുട്ടികളുടെ ലഹരി. ജീവിത പ്രശ്നങ്ങളോട് പൊരുതി വിജയിക്കുന്നതാണ് യഥാർത്ഥ ലഹരി. അച്ഛൻ അമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, ജീവിതത്തിൽ എന്ത് തിരക്കുണ്ടായാലും ഒരു 10 മിനിറ്റ് മക്കളോടൊപ്പം ചെലവാക്കാം. എന്ത് പ്രശ്നം വന്നാലും നമ്മളോടൊപ്പം നിൽക്കുന്നവരാണ് നമ്മളുടെ അച്ഛനും അമ്മയും എന്ന ഉറപ്പ് മക്കളിലുണ്ടാവണം. സാർ, എന്നോട് ക്ഷമിക്കണം, എനിക്കൊരു തെറ്റുപറ്റിപ്പോയി. ഞാനിനി ഒന്നും ഉപയോഗിക്കത്തില്ല. എന്നാ പോവാം. നീ എന്ത് വിചാരിച്ചടാ? കേരള പോലീസ് തിരക്കാണ് ഈ യൂണിഫോം ഇട്ട് നടക്കുന്നതെന്നാണ് വിചാരിച്ചത്? എല്ലാവരും നോക്കിയോ, ഒറ്റ ഒരുത്തനെ വെറുതെ വിടണ്ടോ? അമാരത്ത് കൂടെ